നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഒന്നുമില്ലടാ, എനിക്കാണ് മടുത്തു, ഞാൻ ഇങ്ങോട്ട് പോകും. അല്ലാണ്ട് നാട്ടുകാർ തല്ലുപിടിച്ചതല്ല. നീ ഇപ്പൊ എന്താ ചെയ്യണേ? എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം. എന്നിട്ട് എന്ത് കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കണേ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലേ, അല്ല, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ ഒരു ബാക്ക് ഉണ്ടല്ലോ പറയാം. പിന്നെ ഈ അടുത്ത് ഫ്രണ്ടിനെ പഠിക്കേണ്ടത് അങ്ങനെ മൊത്തം നിനക്ക് ഇതിനായിട്ട് വലിയ ധാരണ അല്ലേ? ഇപ്പൊ ശരിയാക്കിരാം. ഇവിടെ ഉള്ള പലർക്കുള്ള കൺഫ്യൂഷനാണ് ഇന്നും. എന്താണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, എന്താണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ്, എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്? ഐ കെ മേക്ക് ദിസ് വെരി സിമ്പിൾ. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഫുഡ് നിങ്ങളുടെ ടേബിളിൽ ഒന്ന് സെർവ് ആവുകയും ചെയ്തു. ആക്ച്വലി ഈ ഫുഡ് പ്രിപ്പയർ ചെയ്താരാ? കിച്ചണിലുള്ള ഷെഫും കാര്യങ്ങളല്ലേ. എന്നാൽ നിങ്ങൾ അവരെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പുറമെ കാണുന്നത് എന്താണോ, ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത് എന്താണോ, അതാണ് ആക്ച്വലി ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് വരുന്നത്. അതായത് നിങ്ങൾ ഫേസ്ബുക്ക് പോലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലൊരു ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ അവിടെ ഇന്ന ഭാഗത്തായിട്ട് വീഡിയോന്റെ സെക്ഷൻ കാണാം, ഇന്ന ഭാഗത്തായിട്ട് ഇമേജസ് കാണാം, ഇന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ മെസ്സേജ് ബോക്സിന്റെ ഓപ്ഷൻ കാണാം, സെർച്ച് ബാർ കാണാം, അങ്ങനെ പലതും കാണാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തും കോഡ് ചെയ്തും വെക്കുന്നത്, നിങ്ങൾക്ക് കാണാനുള്ള എന്താണോ അതിന് കോഡ് ചെയ്ത് വെക്കുന്നതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. എന്നാൽ ഇതിന് പുറകിൽ നടക്കുന്ന ആക്ഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് വന്ന് കിച്ചണിലാണ്, അവിടെ എങ്ങനെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്തു എന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും എന്തിലായാലും നിങ്ങൾ പുറകിൽ നടക്കുന്ന ആക്ഷൻസ്, അതാണ് ആക്ച്വലി ബാക്ക് എൻഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന ഐഡിയുള്ള ഒരാൾക്ക് മെസ്സേജ് ചെയ്തു, കറക്റ്റ് അയാൾക്ക് തന്നെ മെസ്സേജ് എത്തി, അയാൾ റിപ്ലൈ ചെയ്തു, കറക്റ്റ് നിങ്ങൾക്ക് തന്നെ എത്തി. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. സോ ഇത്തരം കാര്യങ്ങളാണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ബാക്ക് എൻഡ് ഡെവലപ്പറും ഒരാളായുള്ള അവസ്ഥ എന്താണ്? അതാണ് ആക്ച്വലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. അയാൾക്ക് ഫ്രണ്ട് എൻഡും ചെയ്യാൻ പറ്റും, ബാക്ക് എൻഡും ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് ഒരിക്കലും ഒരു ബാലികാരമല്ല.